രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നാമത്തെ ചോദ്യം അതായിരിക്കും. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെതായ ഏതെങ്കിലും പദ്ധതികൾ, MP ലാഡ്സിനപ്പുറം ഏതെങ്കിലും പദ്ധതികൾ അവിടെ കൊണ്ടുവന്നോ? ഏതെങ്കിലും വയനാടിന്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് വന്യജീവി പ്രശ്നമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അദ്ദേഹം ഇടപെട്ടത്? കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ച് വയനാട്ടുകാർക്ക് വേണ്ടി എന്താണ് ചെയ്തത്? കഴിഞ്ഞ 5 വർഷത്തിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വയനാട്ടിലേക്ക് ചുരം കയറി വന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ കാണുന്നില്ല എന്ന് വയനാട്ടുകാർ പറയും, പാർലമെന്റിൽ കാണുന്നില്ല എന്ന് പാർലമെന്റിന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ പറയും. നോക്കൂ, 51% മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഹാജർ നില. നിയമനിർമ്മാണ ചർച്ച 1, ബജറ്റ് ചർച്ച 1, ശൂന്യവേള ചർച്ച 1. ചട്ടം 377 അനുസരിച്ച് ഒരു ചോദ്യം, ചട്ടം 193 അനുസരിച്ച് ഒന്നുമില്ല. ഇതാണ് രാഹുൽ ഗാന്ധി MP-യുടെ പാർലമെന്റിലെ പെർഫോമൻസിന്റെ കൃത്യമായ ട്രാക്ക് റെക്കോർഡ്. ആകെ 8 തവണ ഇന്ത്യൻ ഡിബേറ്റ് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൂടെ പങ്കെടുത്തിട്ടുള്ളൂ. പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഇവിടുന്ന് അയച്ചാലൊന്നും പാർലമെന്റിലൊന്നും വരണ്ടേ?